ബെസ്റ്റ് എനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ അവാർഡും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ലാറ്റ്വിയൻ എനിമേറ്റഡ് മൂവിയാണ് ഫ്ലോ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ ഒരു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഈ ഒരു മൂവിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ ഡയലോഗ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പൂച്ചയെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു അപ്പോകാലിപ്റ്റിക് വേൾഡിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഫ്ലഡ് ഉണ്ടാവുകയാണ്. അവിടെ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു പൂച്ച ആ ഒരു ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ബ്ലെൻഡർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വളരെ ഇംപ്രസീവ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഒരു 1.5-1.25 മണിക്കൂർ ഡ്യൂറേഷനുള്ളിൽ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ ഗംഭീരമായിട്ടുള്ള നല്ലൊരു എനിമേഷൻ മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ മറ്റ് ബിഗ് ബഡ്ജറ്റ് എനിമേഷൻ സിനിമകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ എനിമേഷനിൽ കാര്യങ്ങളും അത്ര ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും അതിലൂടെ പറഞ്ഞു വെക്കുന്ന മെസ്സേജുകളും പോയിന്റുകളും അവർ കൺവേ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഗിൻ സിൽബാലോഡിസ് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമയിൽ അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ എഡിറ്റിംഗ്, സിനിമോഗ്രാഫി, മ്യൂസിക്കും പ്രൊഡക്ഷനിലും എല്ലാം അദ്ദേഹം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എനിമേറ്റഡ് മൂവി ആയിട്ടാണ് ഫ്ലോ എന്ന് പറയുന്ന ഒരു മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.